ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ വൈകിയാണെങ്കിലും ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ NIA കൈമാറിയിരിക്കുകയാണ് സംസ്ഥാനം. അതെ, കേരളത്തില് ഇങ്ങനെ കുറച്ച് ഇൻസിഡന്റ് കേരളത്തിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ രാജ്യാന്തര തലത്തില് ഇതിന് വലിയ ഭീകരവാദമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ റൂട്ടിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് പിടിച്ചെടുക്കാൻ. നമുക്ക് ഇന്ത്യയിലെ വളരെ വൈറ്റലായ ഇൻസ്റ്റലേഷൻ ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. രണ്ടാമത് ഇന്ത്യ ഇപ്പം ശാസ്ത്ര ലോകത്തും അതിക്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് അതിനെപ്പറ്റി ഡീപ്പായിട്ട് അന്വേഷിക്കണം. അതിന്റെ റൂട്ട് കണ്ടെത്തണം. അപ്പൊ അത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അത് ലാഘബുദ്ധിയോടെ നമുക്കത് കണക്കാക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് NIA അതുപോലെ ഇന്ത്യയിലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം ഇതിന്റെ ഉറവിടം കണ്ടെത്തി അവരെ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് NIA. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, ഒരു സംശയത്തിന് വേണ്ടിയിട്ടാണ്. ഈ എക്സ്ചേഞ്ചുകൾ വഴി രാജ്യത്തിന് അകത്തു നിന്ന് പുറത്തേക്കും നിരവധി ഫോൺ കോളുകൾ ഈ നിയമപരമായ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് നടക്കുന്നുണ്ട് എന്നാണല്ലോ. ഇതെല്ലാം ഈ കോളുകളുടെ വിവരങ്ങളൊന്നും ശേഖരിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണോ? കഴിഞ്ഞ ദിവസം തന്നെ IS ഭീകരനെ ഇന്ത്യ പിടിച്ചത് അത് മ്യാൻമാറിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്നു. ആസാമിൽ നിന്ന് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പാണ് അത് പിടിച്ചത്. അത് NIA പിടിച്ചു. അതിവിടെ വാണ്ടഡാണ് അയാള്. അപ്പൊ അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ അവിടെ ക്രോസ് ചെയ്ത് ധാരാളം പേര് വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും അത് ഇപ്പം തന്നെ അത് നമ്മുടെ ഏജൻസികൾ അതിന്റെ തൊട്ട് പുറകിലുണ്ട്. കഴിഞ്ഞ ദിവസം അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാൾ നമുക്ക് ഇന്ത്യയിൽ വാണ്ടഡ് ആണ്. അതിന്റെ ബ്രെയിൻ അയാളെ പറ്റി യാതൊരു വിവരമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആസാമിൽ നമ്മൾ അയാളെ പിടിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലോട്ട് ഇതുപോലെ വിദേശത്ത് നിന്ന് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. അതിന്റെ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണം. അത് രാജ്യാന്തര തലത്തിൽ വലിയൊരു റഷ്യയിൽ തന്നെ ഇപ്പം തന്നെ ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടായി. 200 പേരോളം റഷ്യയില് ഇപ്പം കഴിഞ്ഞ ദിവസം കൊല്ലപ്പുള്ളിയുണ്ടായി. അപ്പൊ IS പ്രവർത്തനമാണെന്ന് അത് കൃത്യമായിട്ട് റഷ്യ പറയുന്നു. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ നമ്മൾ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചധികം സംഭവം ബോംബെയിലും ബാംഗ്ലൂരും പല സ്ഥലത്തും ഉണ്ടായെങ്കിലും നമ്മൾ കുറച്ച് സേഫാണ് ആ കാര്യത്തിൽ. അത് ഇന്ത്യയുടെ ഏജൻസികളുടെ വർക്ക് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിവെന്റീവ് വർക്കുകൾ ധാരാളം ഇവിടെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, ഒരു കാര്യം കൂടി. ഈ 2000 മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് കേരള പോലീസിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഉള്ളത്. ഇതിൽ 20ഓളം കേസുകളാണ് ഇപ്പോൾ ദേശീയാന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരിക്കുന്നത്. ഇത് കൈമാറാൻ ഇതിനു മുൻപ് പോലീസ് എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഇതിന് നിയമപരമായ തടസ്സം ഉണ്ടായിരിക്കുമോ? കാരണം രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയല്ലേ? ഇല്ല, ചെറിയ ചെറിയ കേസുകളൊക്കെ ചിലപ്പം കേരള പോലീസ് ട്രാൻസ്ഫർ ചെയ്യാതിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷിതമില്ലാതെ വരുന്ന അത്ര ഡീപ്പായിട്ട് ഉള്ള കേസുകളൊക്കെ സംശയം തോന്നുന്നതായിരിക്കാം ഗവൺമെന്റ് അങ്ങോട്ട് NIAക്കൊക്കെ അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നത്. പക്ഷെ മൈനറായി ചിലപ്പം അത് അതിന്റെ ഗൗരവം അത്ര ഇല്ലെങ്കിൽ ആണ് ചിലപ്പം കൈമാറാൻ തടസ്സം ഉണ്ടാവും. പക്ഷെ അല്ലാത്ത കേസുകൾ വളരെയധികം എക്സ്പ്ലോഷൻ അങ്ങനെയൊക്കെയുള്ള അത് ഉണ്ടായ കേസുകളൊക്കെ അപ്പോൾ തന്നെ കൈമാറും. ഓരോന്നോരോന്ന് പരിശോധിച്ച് കൊടുത്ത അന്വേഷണ ഏജൻസികൾ നമ്മുടെ സ്റ്റേറ്റിലുള്ള അന്വേഷണ പരിശോധിച്ചിട്ട് ചെറിയ ഇൻസിഡന്റ് ഒക്കെ വലിയ ഡീപ്പായിട്ട് അല്ലെങ്കിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എങ്കിലും അത് നമ്മുടെ തന്നെ ജീവനും സ്വത്തിനും അപകടം വരുത്തുന്ന കാര്യമാണെന്ന് തോന്നിയ പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പോൾ തന്നെ കൈമാറും. കേരള പോലീസ് അത് വിട്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്.